ഇപ്പോൾ നമ്മൾ നേരത്തെ പല കേസുകളിലുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. സെഷൻസ് കോടതിയിൽ നിന്ന് മേൽക്കോടതികളിലേക്ക് കടക്കുമ്പോൾ ഈ പ്രതിയായിട്ടുള്ള ആളുകളെ വിട്ടയക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിട്ടയച്ച ആളുകളെ പ്രതി ചേർക്കുന്ന കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും നമ്മളിപ്പോൾ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിച്ചാലെന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അത്ഭുതങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അത് ഇനിയുള്ള ആ ജേണിയിലേക്ക് വീണ്ടും ഈ അതിജീവിതയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. സർക്കാർ വീണ്ടും അപ്പീലിന് പോകും എന്ന് പറയുമ്പം ഞാൻ ഓർത്തത് ഇനിയും അവളെ ആ യാത്രയിലേക്ക്, ആ പോരാട്ടത്തിലേക്ക് ഇനിയും വലിച്ചിഴക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. പ്രതീക്ഷിക്കല്ലാതെ വഴിയില്ലല്ലോ. എന്നെങ്കിലും ഒരു ദിവസം, ഒരു നാൾ വരും, അന്ന് നീതി പുലരും എന്ന് നമ്മൾ വിചാരിച്ച് ആഗ്രഹിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ആഗ്രഹം ഇല്ലായ്കയില്ല. പക്ഷെ അത്രയും സ്ട്രെയിനസ് ആയിട്ടുള്ള ഒരു പണിയിലേക്ക് വീണ്ടും നമ്മൾ നിർബന്ധിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതെ, തീർച്ചയായും വരും ദിവസങ്ങളിലെങ്കിലും നീതി പുലരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വളരെയധികം നന്ദി ശ്രീമതി ദീപ്തി ദാമോദരൻ പ്രതികരിച്ചതിന്.